ഹലോ. ഹലോ. ഉം. എന്തെല്ലാ ഏ? എന്തെല്ലാം ഉം. ഒന്ന് ഞാൻ പിന്നെ കാര്യം പറയാനാ വിളിച്ചേ. കാര്യം എന്ത് കാര്യോ? പിന്നെ ഉം. നാളെ 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 വരുവാ? നാളെ ഏ? നാളെ വരുവോ? നാളെ വരുമൊന്നുമില്ല. ശ്ശോ, നാളെ വരാൻ പറ്റൂല. ഇത് വെറുതെ. നാളെ ഞാനും ഇക്കയും കൂടി ഉം. മലപ്പുറത്ത് പോകുന്നുണ്ട്. നീയൊക്കെ ഇവിടെ മലപ്പുറത്താ? ഉം. എല്ലാ ഇപ്പം നാളെ പോവാ? ആ, നാളെ ഇത് അമ്മായിന്റെ വീടുണ്ട് തോന്നിട്ടില്ലേ മലപ്പുറത്ത്. ഉം. ഉം. എല്ലാം അവിടത്തേക്ക് നീയല്ലേ പോക്ക്. ഇങ്ങോട്ട് വരാനൊരു പ്ലാനിങ് ആക്കാണ്ട് അതാ എത്ര പെട്ടെന്ന് മലപ്പുറത്ത് പോകാൻ? അത് ഇക്കാനെ അമ്മായിക്ക് കാണുമ്പോൾ എന്തോ പറയാനുണ്ട്. അതിന് നീ എന്തിനാ പോന്നു? എനിക്കും ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാ. ചേച്ചി സൗകര്യമായി എടുക്ക വരാമെന്ന് വിചാരിച്ചതാ. നോക്കുമ്പോ നിർബന്ധിച്ചിട്ട് കൂട്ടിട്ട് പോയി. അതെന്താ നിർബന്ധിക്കാൻ? നീ അന്ന് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്നെന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട്. ഒരു വേറെ പണിയൊന്നുമില്ല. അതന്നെയാണ്. ഞാൻ വിചാരിച്ച സൗകര്യമായി അന്ന് പറഞ്ഞെടുക്ക പോകാലോ എന്ന് വിചാരിച്ചു. ആ, മലപ്പുറത്ത്. അയ്യോ, ഒരവസരം. നീ നല്ല കളിക്കാൻ കിട്ടിയ അവസരം. തന്നെയല്ലേ പറഞ്ഞേ. ഞാന് സത്യം പറഞ്ഞില്ലേ, എത്ര നേരം ഞാനിങ്ങനെ ഇത് മോഹിച്ച് ഇങ്ങനെ കളിക്കുന്നു. ഞാനാടി എത്തിയാലേ നോക്കിട്ട് വിളിക്കും കേട്ടോ. അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വിളിക്കും. ആടെ എത്തിയിട്ട് നീ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ അങ്ങോട്ട് വരാനാ? അങ്ങനെയല്ല, ഞാൻ വിളിച്ചിട്ടില്ലാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് നീ പറ്റുമെങ്കിൽ വാ. ഇവിടെ വരെ മലപ്പുറത്താ? ചോണെല്ലാം കൂടി ആടുന്ന് പണിയാകാൻ. ഒന്നുമില്ല, നിന്റെ വീട് പോലെ ഒന്നുമല്ലല്ലോ. ആടെ വരെ വന്നിട്ട് എന്ത് ചെയ്യാൻ? ഇയാളൊപ്പം തന്നെ ഉണ്ടാവൂലേ? അയാള് നീ പോയാട്ടെ. അയാളില്ലാതെ വീട് നിന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. എന്ത് പരിപാടിയാണോ? നീ എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് മുങ്ങിക്കൂടെ? മുങ്ങാൻ പറ്റൂല. എന്താ മുങ്ങാൻ വേണ്ടേ? ഓന് ആടെ കൊണ്ടിട്ട് ഒഴിവായതാണ്. ആടെ കൊണ്ടിട്ട് നീ ആയിട്ട് കളിക്കാൻ വേണ്ടിട്ടാ? കളിക്കൊന്നുമില്ല. കളിക്കുന്നില്ല എന്നോട് പറഞ്ഞ കളിക്കൂല. അതെന്ത് വർത്താനം? കളിക്കൊന്നുമില്ലാതെ. അങ്ങനെയല്ല, വീട് ശരിക്കും കളിച്ച് ഇനി അങ്ങ് പോയിട്ട് കളിക്കും. അതല്ല ഞാൻ ഇതെത്ര ദിവസമായി ഇങ്ങനെ. 2 ദിവസം നിൽക്കുമായിരിക്കും. 2 ദിവസം നിക്കാനാ? പിന്നെ നീ എപ്പ ഇങ്ങ് എത്തുന്നിട്ട്? 2 ദിവസല്ലേ? 2 ദിവസം? എനിക്ക് 2 ദിവസം? ഞാൻ എത്ര ദിവസമായി? ഇപ്പം പറഞ്ഞിട്ടെന്നാ ചെയ്യോ? നാളെ രാവിലെ പോവും. ഞാൻ നിന്റെ ഇങ്ങനെ കളിസ്ഥലവും ക്വാർട്ടറിൽ ആലോചിച്ചിട്ട് ഞാൻ സ്വന്തം ഇവിടുന്ന് കളിക്കേണ്ടി വരും. ഒരു ദിവസം കളിക്കുന്നാല് സ്വന്തം. അത് നമുക്ക് നടക്കൂല. നീ ഒപ്പരമില്ലാണ്ട് ഒരു കളി നടക്കൂല. പിന്നെ ആരെങ്കിലും പുറത്ത് നോക്കിയിട്ടാ കളിക്കാൻ പോണു. വീട്ടിപ്പോയതാ. അതുപോലെയല്ലല്ലോ ഇത്. നീ ഒരുമാതിരി കളി കളിക്കും. അവരെല്ലാം ഒറ്റക്ക് കളിക്കുന്നുണ്ടാവൂലേ? അവരെല്ലാം ഒറ്റക്ക് കളിക്കൂലേ? അതെനിക്കറിയില്ലല്ലോ. അതുപോലെ ഒന്ന് ഒറ്റക്ക് കളിച്ചു നോക്ക്. നീ പോയാ ഒറ്റക്ക് കളിക്കുന്ന നീ. ഞാൻ വിചാരിച്ചു നീ സെറ്റാക്കിട്ട് വിളിക്കുന്നതാന്ന്. നാളെ മറ്റേ മലപ്പുറത്ത് പോകുന്ന ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ട് ഒന്ന് അർമാദിച്ചൊരു കളി കളിക്കാൻ വെച്ചിട്ട്. ഞാനും അങ്ങനെയാ വിചാരിച്ചു. പറഞ്ഞിട്ടൊന്നും വേണ്ട. അതിൽ മുങ്ങാൻ ഒരു വഴിയുമില്ല. ഇനി മുങ്ങാനും പറയാനൊന്നും പറ്റൂല. എന്നാ നിർബന്ധിച്ചിട്ട് കൊണ്ടുപോകും, പിന്നെ സംശയമില്ലേ?
നിന്നെ ഇപ്പൊ എന്തിനാ അവിടെ കൂട്ടിക്കൊണ്ടിട്ട് ആരെ കാണിക്കാനായത്? അതിപ്പോ അയാളോട് ചോദിക്കേണ്ടി വരും. അത് കാണിക്കാനാണ്. വിളിക്കുമ്പോ പിന്നെ പോയിട്ടില്ലെങ്കിൽ പിന്നെ സംശയമായിരിക്കും. അന്ന് പോയിട്ടില്ലല്ലോ വിളിച്ചിട്ട്. എന്റെ ഉമ്മ വരുന്നുണ്ടോ? ഉമ്മ വരുന്നില്ല. ഉമ്മയും മോനും ഇവിടെ ഉണ്ട്. അതാ ചെക്കനെ കൂടി കൂട്ടായിരുന്നല്ലേ? സ്കൂളിൽ പോണ്ടേ? ഇയാൾക്ക് കൊണ്ടുപോയിട്ട് ആടെ നിന്ന് എന്റെ കളിക്കാനായിരിക്കും. ഉം. അവിടെ ഉം. ആളുണ്ടാ കുറെ? ആ കുറച്ച് അമ്മായിയും മക്കളും എല്ലാം ഇല്ലേ. അതെയാ. ഉം. എനിക്കെന്തായാലും നല്ല തന്നെ. എന്ത് പിന്നല്ല എന്ത് എന്നാലും ചെറുതായിട്ട് ഇല്ല, കളിയൊക്കെ നടക്കുമല്ലോ. ഒന്നുമില്ല. അത് നീ വെറുതെ എന്നിട്ട് അത് എങ്ങനെ ഒപ്പിച്ചിട്ട് ഒരു സമയം തട്ടിട്ട് വരുന്നു. ഇത് വെറുതെ നീ അതിപ്പോ അന്ന ഞാനിപ്പോ ഇങ്ങനെ എന്നാ ചെയ്യുക? അതെ നീ വെറുതെ അന്നെ ഇങ്ങനെ നിന്റെ പരം കളിക്കാൻ എന്റെ പരം കളിക്കാൻ നമുക്ക് ഒരു എങ്ങനെ ഓടി വരും. ഉം. ഇനിയിപ്പോ നീ 2 ദിവസം കഴിഞ്ഞിട്ട് അത് അവിടെ പോയി 2 ദിവസം കഴിഞ്ഞ് വന്ന് പിന്നെ ഇയാളൊപ്പം തന്നെ ഉണ്ടാവില്ലേ? ആ ഉണ്ടാവും. എന്നിട്ട് അത് എന്നെ അങ്ങ് പോകാതറിയും ബെസ്റ്റ് മലപ്പുറത്ത് വന്നിട്ടെല്ലാം കൂടി മലപ്പുറം ഏടിയാ ഞാനവിടെ നിൽക്കുക ഏടിയാ നമുക്കറിയാം ഒരു സ്ഥലം അവിടെ ചുറ്റുവരണം. ഹോട്ടലിൽ നിൽക്കണം. അയ്യോ എന്നിട്ട് ആരെയും ഒന്നും മനസ്സിലാകാണ്ട് ലാസ്റ്റ് റൂട്ട് ഏതാ വഴിയെന്ന് പറയാണ്ട് ഞാൻ പെട്ട് നിൽക്കണം. നീ പോയാ ഇടുന്നൊന്നുമില്ല എന്റെ ബൈക്ക് എടുത്തിട്ട് വരുവുണ്ട്. അവിടെ നിന്ന് ഞാൻ എവിടെ വരാനാ? ഞാൻ വിളിക്കാം. വിളിക്കുന്നു പോയാ നീ ഒറ്റക്കാ തിരക്കുള്ളേ. ആ കിഴങ്ങും കൂടി ഇല്ലെങ്കിൽ ഒറ്റക്ക് ഇപ്പൊ ഞാൻ തീരെ പോകില്ലല്ലോ. അല്ല പറയാ ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ലേന്നു. ആ കിഴങ്ങും കൂടി ഇല്ല. നീ ഒറ്റക്ക പോകണ ഞാനും കൂടി വെച്ചത് അങ്ങനെ പോവില്ല. ഇത് ആള് ഒറ്റക്കാകും. നീ അങ്ങനെ ഒറ്റക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ലല്ലോ. 2 ദിവസം ശനി 2 ദിവസം ശനി 3-ാമത്തെ ദിവസം നീ വരുവാ? ഞാനൊക്കിപ്പോ ഒരു പരിധിയില്ലേ. ഒരു പരിധിയില്ലേ. അതല്ല പരിധിന്റെ അല്ല. നീ വന്നാലോ നീ എൻ്റെ അടുത്തേക്ക് എത്തൂലല്ലോ. അത് പിന്നെ ഒരുപാട് സമയം കാത്തിരിക്കണ്ടേ. അതല്ലേ ഇത് ദിവസവും ഞാൻ നിന്റെ പരം കളിക്കുന്ന ആലോചിച്ചിട്ട് അതെ ഞാൻ പറഞ്ഞ ഒന്ന് സ്വന്തം കളിച്ചു നോക്കുന്നു. അങ്ങനെ കളിയൊന്നും ശരിയാവില്ല. ഞാൻ എന്താ പറയണ്ടേ ഒന്ന് ചേച്ചി സുഖം പിടിച്ചല്ലേ? ആന്ന് അതാന്ന് നിന്റെ പരം കളിച്ച ഓർഡർക്ക് പിന്നെ വീട്ടിട്ട് വേറെ ഒന്നും നടക്കൂല. അതിന്റെ കിഴങ്ങ് ഇക്കാക്ക് എങ്ങനെയാണ് കളിക്കാണ്ടിരിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. അതാണ് അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. ചുമ്മാ എന്നെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാ നീ എങ്ങനെയെങ്കിലും സമയം കണ്ട് തിരിച്ചു ഓടി വരൂല. ഞാൻ പറഞ്ഞു ഒരു 1-2 മണിക്കൂർ കിട്ടിയാൽ മതി. ഇതിപ്പം കാണുന്നില്ലേ അന്യം കൂട്ടിയിട്ടല്ലേ പോകുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ ഞാൻ സമയം കണ്ടെത്തണ്ടേ? നാളെ എത്ര മണിക്ക്? രാവിലെ പോകും. രാവിലെ പോകും. ഇന്ന് ഞങ്ങൾ വരാനും പറ്റൂല. പോണ്ട തിരക്കാം. ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുക്കങ്ങൾ ചെയ്യുന്നു. പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തില്. അപ്പോ സത്യം പറഞ്ഞാല് അന്ന് സ്വന്തം കളിക്കാൻ ഉള്ള കോർട്ടും ഇല്ല. ഉള്ള കോർട്ട് ഇങ്ങനെ ഓടി നടക്കലുമായി. സ്വന്തമായിട്ട് കോർട്ട് ഉണ്ടാക്കണ്ടേ? സ്വന്തമായിട്ട് കോർട്ട് ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കട്ടെ. വേറെ കോർട്ട് വെപ്പാനാ? പിന്നെ ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും നടക്കണ്ടേ? നിന്നെ പോലെയല്ലോ. അത് വേണ്ട.
ഉം. ഉം. എന്നിട്ട് പറ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. 2 ദിവസം ക്ഷമിച്ചാടിയിരിക്കും. ഉം. ഒരു കാര്യം ചെയ്യ്, നീ കളിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു നല്ലൊരു ഫോട്ടോ എടുത്തിട്ട് ആക്കി കാണിക്കും. ഞാൻ അത് നോക്കിയിട്ട് കോട്ടൺ നീ അത് നോക്കിയിട്ട് ഞാൻ ഇടുന്നൊരു കളി പാസ്സാക്കാൻ പറ്റുമോ? ഈയിടെ പറ്റുമോ? പോയി 2 ദിവസം ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കാം. അങ്ങനെ എത്ര ദിവസം പിടിച്ചു നീ? 2 ദിവസം അങ്ങനല്ല, ഇത് കുറേ ദിവസമായില്ലേ, തോന്നല്ലേ ഒരു മറ്റിടക്കിടക്ക് കാര്യങ്ങൾ നടക്കുന്നതന്നെ. ഇപ്പൊ ഇയാളെങ്ങനെ കഴിയുന്നു പറഞ്ഞേച്ചാട്ടെ. അയാളെങ്ങനെ പറഞ്ഞേക്കണേ? നീ എങ്ങനെയെങ്കിലും പറഞ്ഞേക്കേണ്ട തെറ്റപ്പോ എത്ര ദിവസമല്ലേ? അത് കൂടാണ്ട് ഈ സമയം വരെ ഞാൻ വെറുതെ ഒത്തിരുന്ന് 2 കിഴങ്ങന്മാർ വരുന്നുണ്ട്, കസ്റ്റമർ വരുന്നുണ്ട്. അപ്പൊ ഇനി നീ വിളിക്കട്ടെ, ഈ 2 ദിവസം ആക്കല്ല. അതെങ്ങനെയാ? അവിടെ ഞാൻ പറഞ്ഞിട്ട് വരാൻ പറ്റുമോ? എന്നാ കൊണ്ടേ